That's the spirit. Yes, to start with, what shall we have? Any guess? Okay, Christina, what would you like to have? A green salad or a chicken soup? What about a yummy chicken soup? Yes, ladies and gentlemen, we have gonna have an awesome starter. MBC welcomes you all to the hunt for the best performer, Evilexia. So guys, do you think you can win this battle so easily? No, you can't. To win this, you have to pass some hurdles. I mean some tough hurdles. Best performer is not just an actor, an anchor, or a dramatist, but all in all. Guys, you have to be an all-rounder. ചിലപ്പോൾ ഇവരായിരിക്കാം നാളത്തെ മോഹൻലാലോ മമ്മൂട്ടിയോ രജനീകാന്തോ, who knows? And now a word about judges. I am very happy to welcome Mr. Kalabhan Prajot, who had always excelled in his comic role. I welcome you, sir. Along with them, we have Mr. Jerome Jacob, who's blessed with abundance of his artistic skill. Alike, he's a good keyboard artist, also a good physics lecturer. Give them a loud round of applause, people. Now, let's move on to the rules. First round will be based on the contestants' artistic skill. Contestants will be given a situation, maybe humor, horror, or sentimental, or an endurance-style action. And the second round, that's the final round, is the most exotic spice mixed round. And this tells who is going to be titled at the Evilixian, the best performer. So guys, get ready for the challenge. Best of luck. Best of luck. I now welcome first contestant, Anish. അയ്യോ എന്നെ അടിക്കില്ല സാറേ, എനിക്ക് ഭ്രാന്തില്ല. അയ്യോ എന്നെ അടിക്കില്ല സാറേ, എനിക്ക് ഭ്രാന്തില്ല സാറേ. സാറേ എന്നെ അടിക്കില്ലേ, അമ്മേ അടിക്കില്ല സാറേ, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ നിങ്ങളെ പോലെ ഒരു പാവ മനുഷ്യനാ സാറേ, എനിക്ക് ഭ്രാന്തില്ല. അയ്യോ അമ്മേ അമ്മേ സാറേ അടിക്കില്ലേ സാറേ, എനിക്ക് ഭ്രാന്തില്ല സാറേ, എനിക്ക് ഭ്രാന്തില്ല സാറേ, എനിക്ക് ഭ്രാന്തില്ല സാറേ, സാറേ എനിക്ക് ഭ്രാന്തില്ല. അമ്മേ അയ്യോ അതെ അതെ എനിക്ക് ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത. ഞാൻ അതെ എനിക്ക് ഭ്രാന്ത. നിങ്ങളാണ് എന്നെ ഭ്രാന്തനാക്കിയത്. അതെ അതെ നശിക്കും, ഞാനൊരു ഭ്രാന്തനായിട്ട് തന്നെ നശിക്കും. എനിക്ക് ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത. The second participant, Jose. തീവ്രവാദത്തിന് അടിമപ്പെട്ട് അവസാനം കുറ്റബോധം കൊണ്ട് നീറുന്ന ആൾ. നിങ്ങൾ കേൾക്കുന്നില്ലേ ആ രോദനങ്ങൾ? കണ്ണുനീർ കൊണ്ട് നിറയുന്ന ആ രോദനങ്ങൾ, രക്തം നിറയുന്ന കൈകളാണിത്. അതെ, പിഞ്ചോമനകളുടെ രക്തം പുരണ്ട കൈകൾ. പോറ്റി വളർത്തിയ അച്ഛന് വേണ്ടി, സ്നേഹം വാരിക്കോരി തന്ന അമ്മയ്ക്ക് വേണ്ടി, സ്വന്തം പെങ്ങളെ കെട്ടിച്ചയക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത് ജീവന്റെ വിലയാണ്. അതെ, പിഞ്ചോമനകളുടെ കുഞ്ഞിക്കഴുത്തുകൾ ഈ കൈകളിൽ കിടന്ന് ഇങ്ങനെ പിടയുകയായിരുന്നു. എനിക്കിനി ജീവിക്കണ്ട. ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്. ഏതൊരവസ്ഥയിൽ പിറന്നാലും അഴിമതിയുടെയും അനീതിയുടെയും ചോരക്കറകളുടെയും പുരണ്ട മുഖമൂടി എനിക്ക് വേണ്ട. എനിക്കൊരു മനുഷ്യനാകണം, മനുഷ്യനെ സ്നേഹിക്കുന്ന വ്യക്തിയാകണം, എനിക്കിതൊരു മനുഷ്യനാകണം. എന്നാൽ ഞാൻ കൊലപ്പെടുത്തിയവരുടെ രോദനങ്ങൾ എന്നും എന്നെ പറയുന്നു.
അവർക്ക് നിന്ന് ഇലിക്കിലി മോചനമില്ല. ഞാൻ മരിക്കണം. അതെ, അവരുടെ ലോകത്തേക്ക്, ഞാൻ കൊലപ്പെടുത്തിയവരുടെ ലോകത്തേക്ക് ഇലിക്കും പോകണം. അതെ, ഇലിക്കും പോകണം. Thank you, Jose. The third participant, Anu Maria. വിവാഹ ദിവസം മകൾ ഒളിച്ചോടിയെന്ന വാർത്ത അറിയുന്ന മാതാവിന്റെ അവസ്ഥ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവൾ എന്നോട് ഇതൊക്കെ കാണിക്കുന്നത്? ഞാൻ എന്ത് കുറവാ അവളുടെ ജീവിതത്തിൽ? അവൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. എന്നിട്ടും അവൾ എന്നോടിത് ഓരോ നിമിഷവും, ഓരോ സെക്കൻഡിലും ഞാനിനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്തിനാ എന്നോട് പറഞ്ഞാ പോരായിരുന്നു അവൾക്കിത്? എന്താഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാഞ്ഞത് അവളുടെ? എല്ലാരും പറഞ്ഞു ലാളിച്ചു വളർത്തരുതെന്ന്. എല്ലാം എന്റെ തെറ്റാ. ഞാനാ തെറ്റുകാരി. അവളുടെ ഓരോ ആഗ്രഹവും സാധിച്ചു കൊടുത്തപ്പോഴും എല്ലാവരും പറഞ്ഞു വേണ്ട വേണ്ട വേണ്ടാന്ന്. എന്നിട്ടും അവൾ എന്നോട് ഇത് ചെയ്തല്ലോ. ഒരു മകളുണ്ടായ പോയാ ഇത്രയും ദുഃഖം ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി അവളുടെ ഒരു കാര്യം ഈ വീട്ടിൽ അവശേഷിക്കണ്ട. അവളുടെ പേര് പോലും ഇനി ഞാൻ ഉച്ചരിക്കുന്നതല്ല. അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി. മതി, എനിക്കിനി ഒറ്റയ്ക്ക് ജീവിക്കാം. ആരെ ഞാൻ നോക്കണം? ആർക്ക് വേണ്ടി? മതി, എനിക്ക് ഈ ജീവിതം മതിയായി. Excuse me, your time is up. Thank you, Anu. The fourth participant, Harish. പൂരപ്പറമ്പിലെ ഉത്സവ സംഘാടകന്റെ മാനസിക സമ്മർദ്ദം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. നമ്മുടെ പൊന്നാപുരം മഹാദേവ ക്ഷേത്രത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും പങ്കെടുക്കാവുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. എടാ എവിടെയായിരുന്നു ഇതുവരെ? അവിടെ ആ ഗാനമേളക്കാരെത്തിയില്ല. നീ എവിടെയായിരുന്നു? ശരി പോയിട്ട് വാ. ആ കഥനെ വെടിയൊക്കെ റെഡിയായോ? പെട്ടെന്ന് വേണം. ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ ഇപ്പം എത്തും. എൻ്റെ പൊന്നെ, എന്തെല്ലാം പരിപാടികളായിരുന്നു തലേന്നറിയോ? ഞാൻ പോലും പറ്റത്തില്ല. അവരിങ്ങെത്തി. എന്തോ ആയിടോ? ആ കൊടയൊക്കെ ഒന്ന് ഞാൻ വരാം. എന്നാ ചെണ്ടവിളക്കാർ പോട്ടെ, വന്നാട്ടെ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ എല്ലാ പരിപാടികൾക്ക് ശേഷം എല്ലാ ജനങ്ങൾക്കും വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും സഹായം. ഗാനമേളക്കാരെത്തില്ലേ? എന്ത് പറയൂ നീ? ദൈവമേ, ഗാനമേളക്കാർ എത്താൻ കുറച്ച് വൈകും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. സഹകരിക്കണം. എവിടെ എത്തിയെന്നാ പറഞ്ഞേ? നമ്മളുടെ ഈ
ഈ പഞ്ചായത്തിൽ തന്നെ ഒരു കൊച്ചുകുട്ടി നിങ്ങൾക്കായിട്ട് ഒരു ഗാനം ആലപിക്കുകയാണ്. എല്ലാവരും അത് കേട്ട് ആസ്വദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കണ്ണാന്തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ല മറന്നുപോയി അറിയത്തില്ല. ആ ഗാനമേളക്കാർ എത്തിച്ചതുകൊണ്ട് ഇത്രയും വേഗം നമുക്ക് ഗാനമേളയിൽ കിടക്കാവുന്നതാണ്. ആ ഫ്രണ്ടിലിരിക്കുന്ന ലേഡീസ് ജെൻസ് എല്ലാം കുറച്ച് അകന്നിരിക്കണം. ഗ്യാപ്പ് കീപ്പ് ചെയ്യേണ്ടതാണ്. ആ കയറുന്നുള്ളൂ ഇരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗാനമേള ആസ്വദിക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും ഗാനമേളയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവവേദിയിലേക്ക് കടന്നു വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദിയും കടപ്പാടും സെക്രട്ടറി എന്ന പേരിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നന്ദി. Thank you. The fifth participant, Akhil Dev. സർക്കാർ സ്ഥാപനങ്ങളിലെത്തുന്ന പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വേർതിരിവ്. ആരോ ആ കയറി വാ. ആ എന്നായിരുന്നു? ഏത് ഫയല്? എടോ തന്നോട് അടുത്ത മാസം വരാനല്ലേ പറഞ്ഞേ? കാണുന്നു ഇപ്പോൾ വന്നേ. എടോ ഞങ്ങൾ ഇവിടെ ചുമ്മാ ഇരിക്കുവല്ല, ഒത്തിരി പരിപാടിയുണ്ട് ഇവിടെ, അറിയാവോ? ഞാൻ ഇപ്പോൾ തന്നെ എന്തോരം കഷ്ടപ്പെട്ടാണെന്നറിയോ ഇവിടെ ഇരിക്കുന്നത്. ഉച്ചയ്ക്കാണ് ഊണും കൂടെ കഴിച്ചില്ല. എടോ താൻ പോലും നാളെ എങ്ങനെ പോളൂ? എന്തുവാ മനുഷ്യൻ വേറെ ഇവിടെ ചുമ്മാ ഇരിക്കുവാണോ ഇവിടെ ഉള്ളവരെല്ലാം? താൻ എന്നാ പരിപാടി കാണിക്കുന്നത്? തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? എടോ ഞങ്ങൾ ഇവിടെ ഒത്തിരി കൂട്ടം പരിപാടിയുണ്ട് ഇവിടെ, വേറെ ഒത്തിരി പരിപാടി. നാളെ നോക്ക്, അങ്ങോട്ട് നോക്ക്, നിങ്ങളെ കിടക്കുന്നതുണ്ടോ? എടോ താൻ ഇനി ഒന്നും ഒരു എക്സ്ക്യൂസ് ഒരു കാര്യമില്ല. താൻ പോയിട്ട് അടുത്ത മാസം അങ്ങനെ ചെല്ലു പോ പോ പോ. എടോ തന്നോടല്ലേ പോകാൻ പറഞ്ഞു? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ചെയ്യുന്ന ജോലിയാണെങ്കിൽ ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. ആ സാർ ഇരിക്കും സാർ, ഇരിക്കും സാർ. ആ ചെയ്തു സാർ, അത് തേണ്ടേ നോക്കൂ സാർ. അയ്യോ അത് തേണ്ട ഇട്ടിട്ടുണ്ട് സാർ. ഇതില്ല സാർ നോക്കി. ആ ഓ അത് പിന്നെ പറയണ്ട സാർ, അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഞാനില്ല സാർ, ഞാൻ നോക്കിക്കോളാം സാർ, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ സാർ ധൈര്യമായിട്ട് പോകും. ഞാനായിട്ട് സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. And guys, that was all around about the first round. Give a big round of applause. ശോഭ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അത് സാരില്ല, ഞാനത് മറന്നു. പക്ഷേ അവൾ പെരുമാറിയതൊട്ടും ശരിയായില്ല. പണം തരില്ല എന്ന് വരെ അവൾ പറഞ്ഞു. ഇവരല്ലാതെ അവിടെ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ അത് സാരാക്കണ്ട. പക്ഷേ ഇല്ലാലോ ഇനി ആ ശല്യം. പക്ഷേ സുധ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരുന്നത്. ഇനി അച്ഛനോട് ചോദിക്കാതെ പണമൊന്നും തരില്ല എന്നാണ് അവൾ പറയുന്നത്. എന്ത് ചോദിക്കാതെ? കാശിന്റെ കാര്യം. കാശ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്താണ് ഈ പറയണേ? ആകെ പ്രശ്നമായി. എന്ത് വഴി? ബുധനാഴ്ച സ്വർണ്ണം എടുക്കണ്ട. പണം കിട്ടിയില്ലേ കല്യാണം നടക്കില്ല. എന്നെ ചതിക്കരുത് നീ. ഞാൻ ചെയ്യാ, പറയാനുള്ളതൊക്കെ പറഞ്ഞു നോക്കി. എന്റെ പണമല്ലല്ലോ. എന്റെ ഈശ്വര, ഞാൻ ആരോടാ ചോദിക്കുക? എങ്ങട്ടാ പോവാ? എന്തായാലും സുധ ഉണ്ടാക്കി വെച്ച പ്രശ്നമല്ലേ. ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടി എന്താന്ന് വെച്ചാ തീരുമാനിക്ക്. നീ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ? അത് പറയണ പോലെ ഇരിക്കും. എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കാം. പിടിക്കണമെങ്കിൽ പിടിക്കണം, കാര്യം നടക്കണ്ടേ? അതിന് മേലത്തെ രാഘവന്മാർ രണ്ടാമത് ജനിക്കണം. ഭൂമിയോളം താഴാ, പിന്നെ എങ്ങടാ താഴാ? താഴണമെങ്കിൽ താഴണം, അല്ലെങ്കിൽ വേറെ വഴി അന്വേഷിക്കും. ഒറ്റ മാർഗമുള്ളൂ. സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്കാം. എന്താ പറ്റോ? വേണമെങ്കിൽ പറ്റും. പക്ഷേ ഞാനൊരു കാര്യം പറയാം. എന്തായാലും ഞാനൊരു 20,000 രൂപ തരും. അത് ഏട്ടൻ അങ്ങോട്ട് സ്വീകരിക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് എടുക്കുക. മതിയാ, നിർത്ത്. നീ മേലെ തച്ചുനാർക്കുണ്ടായത് തന്നെയോടാ. ഏട്ടൻ നിലമറന്ന് സംസാരിക്കില്ല. നിന്റെയോ? നിനക്കെന്ത് നിലണ്ടടാ? നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? 25,000 ഉറുപ്പ്യ. നിന്റെ പെങ്ങക്ക് ആ ധർമ്മം വേണ്ടെങ്കിലോ? വേണ്ട. വിജയ ഇങ്ങോട്ട് വാ, അങ്ങേരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ചെല്ലടാ, വളർത്തുവട്ടിയല്ലേ, വിളിക്കണോടത്ത് ചെല്ല്.
ഏട്ടാ ഏട്ടനോട് മര്യാദയ്ക്കാണ് ഞാൻ പറയുന്നത്. നീ എന്നെ നിലമറിഞ്ഞ് സംസാരിക്കരുത്. എന്താ എന്താടാ എന്താടാ ഞാൻ ഈ കാണുന്നേ? എന്റെ കുടുംബം നശിച്ചല്ലോ ഈശ്വര. അല്ല നമുക്ക് പോയാലോ? അതിനെന്താ, കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. എന്താ സംശയം? മായ സാർ പറഞ്ഞില്ലേ അവളെ കൊണ്ടുവരാന്ന്? അവള് വന്നില്ല അല്ലേ? ആര് പറഞ്ഞു മായ വന്നില്ലെന്ന്? ദാതന്റെ മായ. മായേ മോളെ എത്ര നാളായി? അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ വിക്ടർ. മായ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഉറങ്ങി, എനിക്ക് ഓർമ്മയില്ല. ഒക്കെ ഒരു പുക പോലെ തോന്നുന്നു. അന്ന് എനിക്ക് നിന്നോടൊന്നും പറയാൻ പറ്റിയില്ല. മായ നീ എന്നോട് പിണക്കാണോ? അയ്യോ മായ എനിക്കെല്ലാം അറിയാം. നീ വിഷമിക്കണ്ട. എനിക്കെല്ലാം അറിയാം. നീ സത്യമൊക്കെ തുറന്നു പറഞ്ഞിട്ടും ഞാനല്ലേ വിശ്വസിക്കാതിരുന്നത്? മായേ പിന്നെ നീ എങ്ങനെയാണ് മോളെ തെറ്റുകാരിയാവുക? നല്ല കാര്യായി. ഇവിടെ നിന്ന് ഇങ്ങനെ കരയാനല്ല നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. തന്റെ കൂട്ടുകാരി എന്തായി കാണിക്കണേ? ദേ ആരതിയോട് എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മറന്നുപോയി. കരയല്ല. Thank you, Anu. I now invite the fourth participant, Harish. Judges, please note the fourth participant, Harish. ചെവി കേക്കില്ലേ? ആരാണ്? ഞാനൊരു വഴിപോക്കനാ. ഈ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ. അല്ലെന്ന് പറയാൻ മാഷിനെ ഇത് ഭഗവതിയെ നേരിട്ട് കണ്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ. ദേ ചുറ്റമ്പലത്തിലായി പോയി. എന്നെക്കുറിച്ച് മറുപടി ഒന്നുമായി പറയണില്ല. അടിച്ചുതൽക്കാരി കോലത്ത് തമ്പുരുക്കുട്ടിയാടോ മാഷിയെ. അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോല. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. തമ്പുരാൻ കണ്ടാലും പറയും കോലത്ത് വന്ന തമ്പുരാൻ്റെ ബാല്യക്കാരനായിരിക്കും. ആയിരിക്കും. വഴി മാറണം തമ്പുരാൻ. പിന്നെ കൊലം വാങ്ങാൻ വന്ന മുതലാളിയോട് എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. ഇച്ചിരി സംസാരിക്കാനുണ്ട്. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കുറുമ്പത്തി? എന്താ? ശംഭോ മഹാദേവാന്ന്. That was extremely superb, Harish. ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? എന്താ പോലീസുകാർ വന്നാല് ഡയലോഗ് അപ്പൊ ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു. തോണക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പെറുക്കി. ഇത് രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ഞാൻ റെഡി.
അച്ഛൻ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ചേട്ടൻ ഡയലോഗ് പറയൂ. അപ്പൊ ആദ്യം ഇയാൾ പറയാ, പിന്നെ ഞാൻ പറയാം. ആദ്യം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞാൽ മതി, രണ്ടാമത് ഞാൻ പറയണ്ട. അല്ല, ആദ്യം പറയുന്ന സുഖമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, ഞാൻ റെഡി. അച്ഛൻ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്ത്. പഞ്ചായത്ത് തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. പറഞ്ഞാ പോരെ. അച്ഛൻ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്ത് പെറുക്കെടുക്കാൻ വേണ്ടി എന്റെ അരിച്ചു പെറുക്കുന്ന മഴയൊക്കെ പറഞ്ഞു പിയൂണേ. ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനാഥ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി. തുടങ്ങിയോ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിൽ ഓരോ വീട് ഞാൻ അരിച്ചു പെറുക്കി. ഇനി കൃഷ്ണൻകുട്ടിച്ചാറിന്റെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. കൃഷ്ണൻകുട്ടിയല്ലേ രാമനായർ? അപ്പൊ കൃഷ്ണൻകുട്ടിയുടെ ഇനി രാമനായർ വീട് മാത്രമേ ബാക്കിയുള്ളൂ. രാമനായർ ആലോചന വെള്ളം തന്നെ. ഒന്ന് പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ ഈ തലവും ഉണ്ടായിരിക്കാൻ പറ. ഈ പ്രശ്നം കാരണം പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അരിച്ചു പെറുക്കി. മതി തുടങ്ങിക്കോ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിൽ അരി മുഴുവൻ പെറുക്കെടുക്കുന്ന പറഞ്ഞ ആരാണോ? എന്നെ കുഴപ്പമില്ല. ക്യാമറയുടെ കുഴപ്പ. എന്നെ വിട്. First participant Anish Minnaram. The movie is Minnaram. അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. താൻ ആരോടാണോ? ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ജയേ, അവളെ വിളിച്ചേ. അവള് വരട്ടെ. എടി വാടി ഇവിടെ വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാടി എന്റെ കുഞ്ഞ്? എവിടെയാടി? നിങ്ങൾ ആരെന്നോ നിനക്കറിയില്ലല്ലേ? 1990 ജനുവരി 9 സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയ ലാസറിനെ നീ മറന്നു അല്ലടി? മറന്നു. ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ എന്നായിരുന്നു അല്ലേ?